ഹായ് വെൽക്കം ടു എൽസരിത്ത കുക്ക് ആൻഡ് വ്ളോഗ്സ്. ഹായ്, ഞങ്ങളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചുടു ഓട്ടുപ്പാള പിന്നെ കടല ബട്ടാട്ട കറി. നമുക്കിത് ഭയങ്കര ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഈ ഓട്ടുപ്പാള ആക്കാൻ എണ്ണയല്ല വേണ്ട, അപ്പോൾ നമുക്ക് ഈ കടലക്കറിക്കും എണ്ണ വേണ്ട, ഓട്ടുപ്പാളക്ക് എണ്ണ വേണ്ട. അപ്പോൾ കാലത്ത് ഞങ്ങൾക്ക് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇത്. ഇതെങ്ങനെ ആക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. ഈസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലേ. നോക്ക്, ഇത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല സൂപ്പറായിട്ടില്ലേ? അതിന് ഒരു ഗ്ലാസ് ചായ എടുക്കാമല്ലേ. നമുക്ക് ഒരു ഗ്ലാസ് ചായ, 2 ഓട്ടുപ്പള, ചുടു കടല പിന്നെ ബട്ടാട്ടൻ്റെ കറി. വരും, നോക്കിയിട്ട് വരാം എങ്ങനെ ആക്കുന്നതെന്ന്. ഇന്നത്തെ ഓട്ടുപ്പളക്ക് ഞാനൊരു 4 ഗ്ലാസ് അരി എടുക്കുന്നു. ഇനി 1 മണിക്കൂർ വെള്ളത്തിലിട്ടൊക്കെ മതിയെന്ന്. 4 ഗ്ലാസ്. ചില ആൾ രാത്രി ഇട്ട് വെക്കും, ഇല്ല ഒറ്റ 1 മണിക്കൂർ ഇട്ടാൽ മതിയെന്ന്. എന്താ ഇപ്പോൾ ഇതിന് വെള്ളം പോരിട്ട് വെക്കണം ഈ അരിക്ക്. ഞാൻ ഈ ചോറിൻ്റെ അരിയാണ് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇല്ലത് ബാംഗ്ലൂരിലല്ലേ, അപ്പോൾ ഞാൻ വെളുത്ത അരിൻ്റെ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചോറ്റിൻ്റെ അരി എടുത്തിട്ട് ഞാൻ ഓട്ടുപ്പളാക്കും. അതെങ്ങനെ ആക്കുന്നില്ല കാണിച്ച് തരുന്ന ഞാൻ. ശരിക്കും നോക്കിയാൽ 1/2 മണിക്കൂർ ഇട്ടിട്ട് വെച്ചാൽ മതിയാന്ന്. സൈഡിൽ മൂടിയൊക്കെ. ഈ ഓട്ടുപ്പളക്ക് ഞാൻ കടല പിന്നെ ബട്ടാട്ട കറി വെക്കാന്നുണ്ട്. അപ്പോൾ കടല രാത്രി പൊതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് കടലനെ വേവിച്ചിട്ട് കൊണ്ടുവന്നതിന്. ഇനി കടലക്കറി, കടലക്ക് ബട്ടാട്ട, കോയക്ക എന്തെല്ലാം ഇടുന്നു. ഞാൻ ഇന്ന് ബട്ടാട്ട ഇട്ടിട്ട് ആക്കാമെന്ന്. അപ്പോൾ ഇതിനെ പാങ്ങല കയറ്റി ഇപ്പോൾ വേവിച്ചിട്ട് കൊണ്ടുവന്നതിന്. ഇപ്പോൾ ഞങ്ങളെ കടല ബട്ടാട്ട വെന്ത് ഫസ്റ്റ് കടല വേവിച്ചിട്ട് പിന്നെ ഉപ്പിട്ടിട്ട് കടല ബട്ടാട്ട 4 വിസിലിൽ പിന്നെ വേവിച്ച്. ഇനി ഇതിൻ്റെ മസാല ഇപ്പം ഞങ്ങൾ റെഡിയാക്കാം. നല്ല വെന്തിട്ടായി നോക്കുന്നത്. ഇങ്ങനെ വേണം കടല എല്ലാം. ഇങ്ങനെ വെന്ത് കിട്ടണം. ഇപ്പോൾ കടലക്കറിക്ക് വേണ്ട മസാല റെഡിയാക്കുക. ഇവിടെ ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുക്കുന്നത്. ഇത്ര തേങ്ങ വേണം കടലക്ക്, മുളക് കുറവ്. ഇത്ര തേങ്ങ, ഇത്ര കൊത്തമ്പരി, പിന്നെ കൊത്തമ്പരി എണ്ണലി വറുത്തത്, ഇത്ര മുളക് എണ്ണലി വറുത്ത്. ഇന്ന് കടലക്ക് പുളി ഭയങ്കര കുറച്ചല്ലേ, ഇത്ര പുളിയിട്ട്, ഒരു ചെറിയ വെള്ളുള്ളി, പിന്നെ ഒരു പിഞ്ച് ജീരകം, പിന്നെ ഒരു 1/2 സ്പൂൺ എടുത്ത മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനെ വെള്ളം കൂട്ടിയിട്ട് ഇതിനെ കടിഞ്ഞിട്ട് വരണം. തരിയായിട്ട് കുറച്ച് ചെറിയൊരു തരി വേണം കടയുമ്പോൾ. ഇത് മുങ്ങുന്നത്ര വെള്ളം കൂട്ടിയിട്ട് ഇപ്പോൾ ഇതിനെ കടിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ കടിഞ്ഞിട്ടായി. ഇത് ചെറിയൊരു തരി ഉണ്ടല്ലോ, ഇങ്ങനെ കടിഞ്ഞ്. ഇനി മസാല കൂട്ടി വെക്കാം. അപ്പോൾ ഈ മസാല ഇതിന് കൂട്ടിയിട്ട് കറീനെ നല്ല തിളപ്പിക്കണം. ഇനി വേണത്ര വെള്ളം പോരണം. അങ്ങനെ കുറേ ഗട്ടിയാകാല്ല, കുറേ തെളുപ്പാവാനില്ല ഇത്. എന്താ ഇനി കുറച്ച് വെള്ളം പോരണം. പിന്നെ വേണമെങ്കിൽ ഉപ്പിടണം. കുറച്ച് വെള്ളം പോരാ, പിന്നെ കുറച്ച് ഉപ്പിടാം. ഫസ്റ്റ് ഞാൻ കടല വേവുമ്പോൾ കുറച്ച് ഉപ്പിട്ടിനി. കടല വെന്ത പിന്നെ ഇനി കുറച്ച് ഉപ്പിടണം. എന്താ കുറച്ച് ഉപ്പിട്ടിട്ട് ഇനി ഒരു കണ്ട നീരുള്ളി ഇട്ടിട്ട് നല്ല തിളപ്പിച്ച് ഞങ്ങളുടെ കടലക്കറി റെഡി. ഒരു കണ്ട നീരുള്ളിനെ കട്ടാക്കിയിട്ടിടുക. ഇതൊരു ചെറിയ നീരുള്ളിൻ്റെ പാതി. ഇനിയിപ്പോൾ തിളക്കാൻ വെക്കാം. അതിന് അവിടെ കടലക്കറി റെഡിയാകുമ്പോൾ ഇവിടെ ഞങ്ങൾ ഓട്ടുപ്പളൊക്കെ റെഡിയാക്കുക. അരിന 3 കുറി കയറ്റി വെച്ചിട്ടുണ്ട്. പുതിർത്ത അരിന 3 കുറി കയറ്റി വെച്ചിന്. ഒരു ചെറിയൊരു കപ്പ് ചോറിടുക. അത് കുറച്ച് സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ഇടുക. പിന്നെ 2 കുറിയായിട്ട് കടിഞ്ഞിട്ട് കൊണ്ടുവരാം. നല്ല നൈസായിട്ട് കടയണം.
കടയുമ്പോൾ ഉപ്പിടുക, ഇല്ല കടഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഉപ്പിടുക. നൈസായിട്ട് കടയണത്. ഞാൻ ഇപ്പോൾ കടഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇത് ഓട്ടുപ്പളക്കം ഒരിക്കൽ കടഞ്ഞിട്ടായി. ഇനി ഒരിക്കൽ ഉണ്ട്, ഇല്ലെങ്കിൽ മിക്സി ഭയങ്കര ലോഡാന്നല്ലേ. ഇനി ഒരിക്കൽ കടഞ്ഞിട്ട് കൊണ്ടുവന്ന് ഭയങ്കര നൈസായിട്ട് കടഞ്ഞിട്ട് കൊടുന്നതിന്. ഇതിപ്പോൾ രണ്ടാമത് കടിഞ്ഞ് കൊടുന്നത്. ബാക്കിയാങ്ങി ഇന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കണം. ഇത്ര ഗട്ടി വേണ്ട, കുറച്ച് വെള്ളം പോരെ. ഇനി കുറച്ച് ഉപ്പിടണമല്ലേ, ഉപ്പിടുമ്പോൾ ശരിയാന്ന്. കുറേ വെള്ളാവനുമല്ല കുറേ ഗട്ടിയാവനും അല്ല ഇത് ഇങ്ങനെ വരുന്നത്. ഇത്ര ഉപ്പ് ഇടുക. ഉപ്പിട്ട് നല്ല കലക്കണം. കടയുമ്പോൾ ഉപ്പിട്ടെങ്കിലും ആവും, പിന്നെ ഉപ്പിട്ടെങ്കിലും ആവും. കടയുമ്പോൾ ഉപ്പിട്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പാങ്ങലിങ്ങനെ കലക്കിട്ട് വെക്കണം. ഞാൻ ഓട്ടുപാളിൻ്റെ ചട്ടി നിങ്ങൾക്ക് കാണിക്കുന്നത്, നിങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നത് ഇത്. ഞങ്ങൾ കാശ് കൊടുത്ത ഓട്ടുപാളൻ്റെ ഓടുത്. ഇത് എണ്ണ ഇടാതെ ആക്കുന്ന ഒരു അപ്പമല്ലേ, അപ്പോൾ കാലത്തെല്ലാം നല്ലത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം. കടലക്കറി റെഡിയായി നോക്കുന്നത്. കടലക്കറി നല്ല തളിച്ച് നീരുള്ളിയെല്ലാം വെന്ത്. ഇനി കടലക്കറി ഞങ്ങൾ ഓഫാക്കുക. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ വന്നാൽ മതി. ഇത് കാലത്തെ തപ്പത്തിന് ഇങ്ങനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. നോക്ക്, കടലക്കറീനെ ഓഫാക്കിയിട്ട് ഇനി ഓട്ടുപാളാക്കുക. ഈ ഓട്ടുപാളാക്കുമ്പോൾ ഉണ്ടല്ലേ, ഈ ഒരു ഓടുണ്ടല്ലേ ഭയങ്കര ചൂടാണ്. നല്ല ചൂടായെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റായിട്ട് വരൂ. നിങ്ങൾക്ക് വേണ സൈസിൽ പൊരിക്കോളൂ. ഞാൻ കുറച്ച് വലുതായിട്ട് പോയിരുന്നു. എന്തൊരു വേണമല്ലേ, കാലത്തല്ലേ. പിന്നെ നല്ല ബന്ധ് മൂടി ഇങ്ങനെ മൂടിയിട്ട് വെക്കണം. കാറ്റ് പോയെങ്കിൽ അത് പാങ്ങാന്നില്ല. ഈ ഓട്ടുപാള പോരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. ഓട്ടുപാള പോരിട്ടായ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. പിന്നെ എടുക്കാനാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ സൂപ്പറായ ഓട്ടുപാള റെഡിയാണ്. നോക്കാം ഞങ്ങൾ ഓട്ടുപാള എങ്ങനെ ഇനി ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിനെടുക്കാമല്ലേ. നോക്കൂ, ചോറ് ഇട്ടുകൊണ്ട് എത്ര സോഫ്റ്റായിട്ട് വന്ന് നോക്കൂ. എൻ്റെ മോനവിടെ അർജൻറ്റാക്കുന്നു ഓട്ടുപാള അങ്ങനെ വേഗം ആക്കാം. ഈ ഓട്ടുപാള ഉണ്ടല്ലേ ചുടോടെ തിന്നണം, അപ്പോഴേ അതിന് പാങ്ങാന്തി. ഇപ്പോൾ ഇന്ന് കാലത്താക്കിയിട്ട് ഒരു 10 മണിക്ക് തിന്നണം, ഇല്ലെങ്കിൽ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് തിന്നണം, പാങ്ങാന്നല്ലത്. ഇത് ഞങ്ങൾ ഓട്ടുപാള റെഡിയായി. ഇപ്പോൾ ഓട്ടുപാളൻ്റെ കറി ഞാൻ എടുക്കുക. ചൂട് കറി, ചൂട് ഓട്ടുപാള. എല്ലാവരും ഇന്നെ വീട്ടിൽ നോക്കിയിട്ട് ആക്കിക്കൊള്ളണം. കാലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇത്. അങ്ങനെ ഞങ്ങൾ ഓട്ടുപാള കടലക്കറി റെഡിയായി. നിങ്ങളെല്ലാവരും നോക്കിയിട്ട് ഇനി ലൈക്ക് ആക്കണോ, കമൻറ്റ് ആക്കണോ, ഷെയർ ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ. അങ്ങനെ എല്ലാവർക്കും ടാറ്റ, ബൈ, സി യു, ടേക്ക് കെയർ. ಹಾಯ್ ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ.